ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒരു സ്മൂത്തീന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഇടയായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയ ഒരു ഇഷ്ടമാണ് ഈ സ്മൂത്തീസിനോട്. സാധാരണ നിങ്ങൾ എൻ്റെ വാട്ട് ഈറ്റിൻ്റെ ഡേ ആയിക്കോട്ടെ ഇല്ലേ, നമ്മുടെ ചലഞ്ചസിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ സ്മൂത്തീസ് എന്ന് പറയുന്നത്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് പാരൻസും കുട്ടികളൊക്കെ നാട്ടിൽ പോയി, ഞാൻ രഞ്ജു മാത്രമേ ഉള്ളൂ. സോ ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് വളരെ 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 കുറവാണ്, തീരെ കുറവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് കണ്ടുപിടിച്ച കുറച്ച് സംഭവങ്ങളാണ് ഈ സ്മൂത്തീസും. അതായത് കുക്ക് ചെയ്യാതെ ഇരിക്കണം, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കണം. അല്ലാതെ കുക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ചുമ്മാ എന്തെങ്കിലും ജങ്ക് കഴിക്കുകയല്ലോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഒത്തിരി എഫേർട്ടൊന്നും ഇടാതെ തന്നെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തി. ഓട്സും മാംഗോയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മാംഗോയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബനാന ചേർക്കാം, എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. ഈ സ്മൂത്തി എന്ന് പറയുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കാവൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ സ്മൂത്തിയിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലൈറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അധികം വാചകം അടിക്കുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ വെൽക്കം ടു മൈ കിച്ചൺ. നിങ്ങൾ സാധാരണ ഒരു കുക്കിംഗ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള കിച്ചൺ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതൊരു സാധാരണ കുടുംബത്തിന്റെ ഒരു കിച്ചൺ ആണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് ആയിരിക്കും. ഇത് ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പം ഈ ഓട്സ് തന്നെ ഏത് ഓട്സ് വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇൻസ്റ്റന്റ് ഓട്സ്, റോൾഡ് ഓട്സ്, ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പം മിക്സഡ് ബെറീസ് ആഡ് ചെയ്തിട്ടുള്ള ഓട്സ് ആണ്. പ്ലെയിൻ ഓട്സ് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിലൊരു ഇച്ചിരി ഷുഗർ കണ്ടന്റ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയാൽ അറിയാം. അപ്പം എന്തായാലും ഞാനിപ്പം എൻ്റെ അടുത്ത് പ്ലെയിൻ ഓട്സ് ഉണ്ട്, പക്ഷേ ഇത് ഓൾറെഡി പൊട്ടിച്ച പാക്കറ്റാണ്, ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാക്കറ്റാണ്. രഞ്ജു ആണ് ഈ സ്മൂത്തീൻ്റെ ഒക്കെ ആൾ കേട്ടോ. അപ്പോൾ പുള്ളി ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഇത് തീർന്നിട്ട് നമുക്ക് പ്ലെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ നമ്മളൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഇതിപ്പോൾ ഞാൻ 2 പേർക്കുള്ള ഓട്സ് ആണ് കേട്ടോ ഇടുന്നത്. അതായത് അളവെന്ന് പറയുമ്പോൾ ഒരാൾക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 3 സ്പൂൺ അത്രയൊക്കെ മതിയാവും. അപ്പം ഇതൊന്ന് അവിടെ കുതിരട്ടെ. ഇത് ഞങ്ങളിപ്പോൾ ലഞ്ചിനാണ് എടുത്തേക്കുന്നത്. അപ്പം ഞങ്ങളുടെ 2 പേരെ ലഞ്ചിന്ന് സ്മൂത്തിയാണ്. പിന്നെ ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉണ്ടാക്കുന്നതിൽ മധുരം ഇടുന്നില്ല, രഞ്ജുവിനുള്ളതിൽ മധുരം വേണം. കാരണം പുള്ളിക്കാരൻ അത്ര വലിയ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാംഗോ റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് ഫ്രൂട്ട് വേണേലും എടുക്കാം. ഞാനിപ്പോൾ മാംഗോ എടുത്തു, നല്ല തണുത്ത മാംഗോ. ഈ സമ്മർ സീസണിൽ വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഒരാൾക്ക്, അതായത് ഒരു സ്മൂത്തിക്ക് 1 മാംഗോ എന്നുള്ള കണക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് പ്രിഫറൻസിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. പകുതി മാംഗോ വേണമെങ്കിൽ എടുക്കാം, ഇല്ല ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. അധികം കാലറീസ് ഒന്നുമില്ല. ഈ മാംഗോ ഒക്കെ ഉണ്ടല്ലോ, വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം കുറേ നേരം ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. എല്ലാം മായമാണ്, എങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാലോ എന്ന് മാത്രം. അപ്പം മാംഗോ നമ്മൾ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, കാരണം നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്ന സംഭവമാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചിയാ സീഡ് ആഡ് ചെയ്യാം. പിന്നെ മധുരത്തിന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഡേറ്റ്സ് എന്ന് പറയുമ്പം 2 എണ്ണത്തിൽ കൂടണ്ട. ഒരു ചെറിയ മാംഗോയ്ക്ക് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ട്. അപ്പം അതൊന്ന് കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് 2 ഡേറ്റ്സ് അത്രേ എടുക്കുന്നുള്ളൂ. രഞ്ജുവിൻ്റെ സ്മൂത്തിയിൽ ഞാൻ ഡേറ്റ്സ് ഇടുന്നില്ല, അതിന് പകരം ഷുഗർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചിയാ സീഡ് നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു 15 മിനിറ്റെങ്കിലും നമുക്ക് വെള്ളത്തിൽ ഇതും കൂടെ കുതിരാൻ വെക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഓട്സിൻ്റെ കൂടെ അല്ലാട്ടോ കുതിരാൻ വെക്കേണ്ടത്, കാരണം ഇത് നമ്മൾ മിക്സിയിൽ ഇടാൻ പോകുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇത് 2 സ്പൂൺ എന്ന് പറയുന്ന 2 ഗ്ലാസ് സ്മൂത്തിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 സ്പൂൺ ചിയാ സീഡ് മതി കേട്ടോ. ഒത്തിരി വെള്ളമായിട്ടുണ്ടല്ലേ, അത് ആ സ്മൂത്തിയിലേക്ക് അങ്ങ് താന്നു പോകും, മേലെ അങ്ങനെ പൊങ്ങി കിടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇരിച്ച് വെള്ളം മതി. ഈ ചിയാ സീഡ്സും ഓട്സ് ഒക്കെ ഒന്ന് കുതിരാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കിച്ചൺ ഒന്ന് വൃത്തിയാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാങ്ങയല്ലേ പെട്ടെന്ന് ഈച്ചയൊക്കെ വരും. അപ്പം അതൊന്ന് പെട്ടെന്ന് അപ്പം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ല.
ഇരുന്നോ നീ ഒച്ച ഉണ്ടാക്കല്ലോ, ടിവിന്റെ ഒച്ച ഉണ്ടാക്കല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ 2 എടുക്കുന്നുള്ളൂ. അതൊന്ന് കുരു കളഞ്ഞെടുക്കുക. 2 കേട്ടോ. ഇതൊരു തീരെ ചെറിയ ഡേറ്റ്സാ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ, അതായത് ടോൺഡ് മിൽക്കാണ് കേട്ടോ. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മാത്രമായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് പപ്പാതി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ടോൺഡ് മിൽക്കാണിത്. ടോൺഡ് മിൽക്ക് യൂസ് ചെയ്യാം, സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മിൽക്ക് വേണേലും യൂസ് ചെയ്യാം. ഇനി മിൽക്ക് ഒന്നും ഇല്ലെങ്കിലും വെള്ളത്തിലാണേലും സാധാരണ പച്ചവെള്ളത്തിലാണേലും അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡിയാണ്. ഇനി അപ്പോൾ അടുത്ത ആചാരം എന്ന് പറയുന്നത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, മിക്ക ദിവസം ഇപ്പോൾ കഴിക്കുന്നത് തന്നെയാണ്. എന്നാലും അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, സംഭവം അടിപൊളിയാണ്. നമുക്ക് ഈ ഡേറ്റ്സ് ചേർക്കാതെ വരുമ്പോൾ മധുരം കുറച്ച് കുറവായിട്ട് തോന്നും. അങ്ങനെ വെയിറ്റ് ലോസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഷുഗർ ആഡ് ചെയ്യേ വേണ്ട. ഞാൻ പറഞ്ഞാൽ 2 ഡേറ്റ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ആ ഒരു ചെറിയൊരു മധുരത്തിന്റെ കുറവ് നിങ്ങൾക്ക് ഒരു കുറവല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ലഞ്ച് ഓപ്ഷൻ ആണ് കേട്ടോ സ്മൂത്തി എന്ന് പറയുന്നത്. വളരെ ഹെൽത്തിയാണ്. നമുക്ക് അത്ര പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. നമ്മുടെ തോന്നലാണ് നമുക്ക് ഈ പുട്ട്, ഇഡ്ഡലി, ദോശ ഇതൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശപ്പ് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ചോറ് കഴിച്ചാൽ മാത്രമേ വിശപ്പ് പോകത്തുള്ളൂ എന്ന്. അങ്ങനെയൊന്നും അല്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ചിയാ സീഡ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയും ഹെൽത്തി ആയിട്ടും ഇരിക്കും. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ.